സ്റ്റോക്ക് കൂടുതലിരിക്കുന്നത് കൊണ്ടും സെയിൽ നടക്കാത്തത് കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചിക്കൻ വേസ്റ്റ് റെൻഡറിംഗ് പ്ലാന്റുകാർ ഇതറിയണം. കയ്യിലിരിക്കുന്ന കാശ് മുടക്കി ലോണൊക്കെ എടുത്ത് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു സംരംഭം തുടങ്ങി ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ പേരെ എനിക്കറിയാം. 10 വർഷമായി ഈ മേഖലയിൽ നിൽക്കുന്ന ഞാനും ഇതേ പ്രശ്നം അനുഭവിച്ചിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് ഞാൻ ഓവർകം ചെയ്തതെന്നാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളുണ്ടാക്കുന്ന പ്രോട്ടീൻ മീൽ സ്റ്റോക്ക് ആകുന്നതും കൊടുത്ത സാധനത്തിന് പൈസ കിട്ടാത്തതുമാണ് ഇതിൻ്റെ ഈ പ്രശ്നത്തിന് കാരണം. എത്രയൊക്കെ പ്രൊഡക്ഷൻ കൂട്ടിയെന്ന് പറഞ്ഞാലും ക്യാഷ് ഫ്ലോ കറക്റ്റായില്ലെങ്കിൽ എല്ലാം അവതാളത്തിലാവും. കുറച്ച് ലാഭം കുറഞ്ഞാലും റെഡി ക്യാഷിന് സാധനം എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം കൊടുത്തിട്ട് ക്യാഷിന് വേണ്ടി അവരുടെ പുറകെ തെണ്ടി നടക്കുന്ന അവസ്ഥ നമുക്കിനി വരരുത്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അന്നാന്ന് എടുക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉദാഹരണത്തിന് 5000 കിലോ ചിക്കൻ വേസ്റ്റ് പ്രോസസ്സിങ് ചെയ്താൽ 2000 കിലോ പ്രോട്ടീൻ മീലാണ് നമുക്ക് കിട്ടുക. ഈ 2000 കിലോ പ്രോട്ടീൻ മീല് അന്ന് തന്നെ കൊടുത്ത് അന്ന് തന്നെ ക്യാഷാക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കൺസൾട്ടിങ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വിളിക്കാം.